എനിക്ക് സന്തോഷം കിട്ടുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതിൽ മറ്റുള്ളവരെ വേദനിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ മറ്റുള്ളവരെ പരിഗണിക്കാറില്ല. എനിക്ക് എന്താണോ ഹാപ്പിനെസ് അത് ഞാൻ ചെയ്യാറുണ്ട്. അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ എല്ലാവരും അങ്ങനെ ആവാൻ ശ്രമിക്കുക. കാരണം പലരും ഞാൻ പറയുന്ന കേട്ടിട്ടുണ്ട്, അന്ന് എനിക്കത് ചെയ്താൽ മതിയായിരുന്നു. അങ്ങനെ ചിലപ്പോൾ നമുക്കും തോന്നാറുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു തോന്നൽ വരാണ്ടിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യാം? നമ്മുടെ സന്തോഷത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ വളരെ ചെറിയ കാര്യം കേട്ടോ ഇതൊക്കെ. പക്ഷേ ഇതിലെനിക്ക് ഒരുപാട് സന്തോഷം കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനിത് എന്ത് ചെയ്തു, കുറച്ച് മുളകൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അതൊക്കെ അങ്ങോട്ട് പറിച്ചെടുക്കാൻ കരുതി. അതിലും ഒരു ഹാപ്പിനെസ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പിന്നെ ആ മുരടിപ്പിനൊക്കെ ഞാൻ കുറേ മരുന്നൊക്കെ അടിച്ചിട്ടുണ്ട്. മരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കെമിക്കലല്ല, ഓർഗാനിക് കേട്ടോ. പിന്നെ കുറച്ച് മുളക് എടുത്തതിന് ശേഷം അന്ന് എൻ്റെ തക്കാളി ഒരു കുട്ടി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ശേഷം എനിക്ക് ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ കൺമുന്നിൽ തന്നെ വെച്ചിട്ടുണ്ട് പറിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് വേറെയും ചെടികളൊക്കെ വന്നിട്ടുണ്ട്. ഇന്നലെ മഴയായിരുന്നു. മഴ പെയ്ത് ഇനിയിപ്പോൾ ക്ലൈമറ്റ് ഭയങ്കരമായിട്ട് മാറും. ചൂട് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള മഴയായിരിക്കും. അപ്പോൾ ഈ പ്ലാന്റൊന്നും ഇനി അധികം ഉണ്ടാവില്ല. എല്ലാത്തിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും. പക്ഷെ എന്നാലും ഇതൊക്കെ കുറച്ച് നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റ് ആണെങ്കിൽ കുറേ കാലം കൂടെ നമുക്ക് കിട്ടിയിരുന്നു. ഇതൊക്കെ ഇനിയിപ്പോൾ കരിഞ്ഞു പോകും. അപ്പോൾ ഇതിൽ 2-3 തക്കാളി ഉള്ളിലുള്ളത് ആ കുട്ടി കാണാണ്ട് ബാക്കിയായത്. ഇനി നമുക്ക് ക്യാപ്സിക്കം പറിക്കാം. അപ്പോൾ ക്യാപ്സിക്കം ഫസ്റ്റ് ടൈമാണ് ഉണ്ടാവുന്നത് കേട്ടോ. ഇതെന്തോ തക്കാളി, ഈ വർഷത്തെ തക്കാളി മൊത്തം ഷോക്കാണ്, ഒന്നും പറയണ്ട. എൻ്റെ എല്ലാ പ്ലാന്റ്സും ഷോകത്തിൽ തന്നെ ഓടുന്നത്. ഞാൻ കുഞ്ഞു ചട്ടികളിൽ വെച്ചിട്ടാണ് എനിക്ക് ഇത്രയും കിട്ടിയത്. വലിയൊരു കോമ്പൗണ്ടൊക്കെ ഉള്ള ആളുകൾക്ക് ഇഷ്ടം പോലെ ഉണ്ടാക്കിയെടുക്കാം.